ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളൊരു സൂപ്പർ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നിട്ടൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്ന അതേ ടെക്സ്ചറുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ്. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് ക്രീമാണ്. അപ്പോൾ ഏത് ക്രീം വെച്ചിട്ടും നമുക്ക് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഈ ഒരു ക്രീം ഇതൊരു പകുതി ഒരു മുക്കാൽ ഭാഗത്തോളം ക്രീം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ക്രീം മൊത്തത്തിൽ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാല് വെച്ചിട്ടും നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കുന്ന ഒരു ഐസ്ക്രീം എന്ന് പറയുന്നത് ക്രീം വെച്ചിട്ട് തന്നെയാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം നമ്മളത് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ കേക്കിലേക്കൊക്കെ ബീറ്റാക്കിയിട്ട് എടുക്കുന്ന അത്രയും ഒരു കട്ടി നമുക്കിതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മാംഗോൻ്റെ എസൻസ് ആണ്. വേറൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഒരു ക്രീമും ഈ ഒരു എസൻസും മാത്രമാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീമിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിനിപ്പോൾ ഞാൻ കുറച്ചധികം ഡ്രോപ്സ് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഒരു 5-6ഓളം ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റാക്കിയിട്ട് നോക്കാം. എന്നിട്ട് കളറും അതുപോലെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാംഗോൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇത്രയും മതി. അപ്പോൾ ഇത് കളറ് പോരട്ടോ, കളറും ഇല്ല. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ കളറില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ കുറച്ചും കൂടി ഡ്രോപ്സ് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഞാനൊരു ക്രീം എടുത്തതിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഇത് അങ്ങനെ ഒരു അളവിലല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അളവൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ എസൻസ് ഉപയോഗിക്കും. ഏത് എസൻസ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5-6 ഡ്രോപ്സ് കൂടി ഞാൻ ഇതിലേക്ക് ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മാംഗോ ഐസ്ക്രീം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കളറും അതുപോലെ തന്നെ ആ ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയും മതി. അതിനിപ്പോൾ ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് ഐസ്ക്രീം ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രം നിറച്ചിട്ട് കൊടുത്തിട്ടില്ല, കുറച്ചൊന്ന് സ്പേസ് വിട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐസ്ക്രീം ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് ഫ്രീസറിൽ തന്നെ വെക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞാനിതാ പിറ്റേന്നാണ് നമ്മുടെ ഈ ഒരു ഐസ്ക്രീം എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഐസ്ക്രീം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഐസ്ക്രീം കോരിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം കോരിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഐസ്ക്രീം ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിലെക്കാട്ടിയും കറക്റ്റ് ഒരു കളർ വരുന്നുണ്ട് കേട്ടോ ഫോട്ടോയിൽ. അപ്പോൾ വീഡിയോയിൽ അത്ര ഒരു കളർ കാണിക്കുന്നില്ല. അതിനിപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഐസ്ക്രീം ഒന്ന് ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് എടുക്കണേ എന്നുണ്ടെങ്കിൽ കറക്റ്റ് ടെസ്റ്റിൽ തന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിട്ടും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വേറെ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.